കോഴിക്കോട് ജില്ലാ പാർട്ടിക്കുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക. വി.എസ്. അച്യുതാനന്ദൻ ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങളുടെ നേതൃത്വമായി CPM മാറുന്നതിൽ വലിയ പങ്ക് വഹിച്ച പാർട്ടി നേതാവാണ് സഖാവ് വി.എസ്. കേരളത്തിലെ സാധാരണക്കാരൻ, തൊഴിലാളികൾ, വിശിഷ്യ കർഷക തൊഴിലാളികൾ, അടിസ്ഥാനവർഗം ഇവരെല്ലാം ഇന്ന് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനജീവിതത്തിൽ തുല്യതയിലെത്തിയില്ലെങ്കിലും മനുഷ്യനായി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയിലേക്ക് വളർന്നു വന്നത് CPIM-ഉം CPM-ൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വർഗപ്രസ്ഥാനങ്ങളുടെയും പോരാട്ടങ്ങളിലൂടെയാണ്. നമ്മുടെ രാജ്യത്തിന്നും ജന്മിത്തം അവസാനിപ്പിച്ച, നാടുവാഴിത്തം അവസാനിപ്പിച്ച, അതേപോലെ കൃഷിഭൂമി കൃഷിക്കാരന് കൊടുത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ സംസ്ഥാനമെന്ന് നാം അവകാശപ്പെടുമ്പോൾ ആ നീണ്ട സമരങ്ങൾക്കെല്ലാം VS-ൻ്റെ നേതൃത്വം എടുത്തു പറയേണ്ടതാണ്. കുടികിടപ്പ് മുഖ്യമന്ത്രിയായപ്പോൾ പ്രഖ്യാപിച്ചതാണെങ്കിലും കുടികിടപ്പ് കൊടുക്കാൻ തയ്യാറാകാത്ത ജന്മിമാർ കേരളത്തിൽ ധാരാളമുണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം CPM-ൻ്റെ കൊടിയും കർഷക തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് അത് പിടിച്ചു വാങ്ങിക്കൊടുക്കുന്നതിൽ അന്നത്തെ VS-ൻ്റെ നേതൃത്വവും നേതൃത്വ പാഠവും എടുത്തു പറയേണ്ടതാണ്. പുന്നപ്ര സമരത്തിൻ്റെ സമരനായകൻ എന്ന് നാം ആവേശത്തോടെ പറയുമ്പോൾ പാർട്ടിയുടെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും സ്ഥാനം പിടിച്ച ആ പുന്നപ്ര സമരം ചരിത്രത്തിലെ ഒരു ഐതിഹാസിക സമരമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് സഖാവ് VS തന്നെയായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, കേരളത്തിൽ ഇന്ന് കേരളീയ സമൂഹം അല്ലെങ്കിൽ മലയാളികൾ, വിശിഷ്യ വരുമാനം കുറഞ്ഞ് താഴേക്കടയിൽ നിൽക്കുന്ന പാവങ്ങൾ, ആ പാവങ്ങളുടെ പടത്തലവനായി ചരിത്രവും നാടും AKGയെ കാണുമ്പോൾ അതിന് പിറകെ തന്നെ അവരോടൊപ്പം അവരെ നയിച്ച് അവർക്കാവശ്യമുള്ളത് നേടിക്കൊടുത്ത് സമരങ്ങൾ, അവകാശങ്ങൾ ഇതെല്ലാം കേരള നിയമസഭയുടെ CPM ഭരിക്കുമ്പോൾ നിയമനിർമ്മാണങ്ങളായി മാറ്റിയ ചരിത്രമെടുക്കുമ്പോൾ ആ ചരിത്രത്തിന് അകത്തെല്ലാം VS-ന് സ്ഥാനമുണ്ട്. VS-ൻ്റെ പങ്ക് വലുതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുക. VS-ൻ്റെ വേർപാട് കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച് പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളി സഖാക്കളെയും കുടുംബങ്ങളെയും സംബന്ധിച്ച് ഒരു തീരാ നഷ്ടമാണ്. സഖാവിൻ്റെ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ